ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ചിക്കൻ പക്കവടയായിട്ടാണ്. ഈ പക്കവടക്ക് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നല്ല ടേസ്റ്റി ക്രിസ്പി ചിക്കൻ പക്കവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഒരു ഇത്തിരി ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡ അധികം ആവരുത്, ഒരു പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടലമാവ് നമ്മൾ എത്രയാണ് എടുത്തത് അതിൻ്റെ നേരെ ഹാഫാണ് മൈദ എടുക്കേണ്ടത്. അത് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട, മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കറിയിൽ നിന്ന് ബാക്കി വന്ന ചിക്കൻ എടുത്ത് വെച്ചതാണ്. ഈ ഇങ്ങനത്തെ ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. കൈ വെച്ച് പിച്ചി എടുത്ത ചിക്കനാണ്. ഇനി ഇത് നമ്മളെ മിക്സിലേക്ക് കടലമാവിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്ക് ബാറ്ററാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കടലമാവ് പെട്ടെന്ന് ലൂസാവും. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ലെവലിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ എടുത്തിടാൻ പറ്റണം. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് മസാല എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾഭാഗം വേവില്ല. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് ഗോൾഡൻ കളർ ആവണ വരെ വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട കിട്ടുക. പക്കവട ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് പക്കവട ഒന്ന് കോരി മാറ്റാം. ബാക്കിയും കൂടെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ചിക്കൻ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്